ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേയുള്ളൂ. ടീമിൽ സഞ്ജു സാംസന്റെ റോൾ എന്താണ്? ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമുള്ള സ്ക്വാഡിൽ ഓപ്പണിംഗ് സ്ലോട്ട് ഒരു ഉത്തരമില്ലാ ചോദ്യമായി കിടപ്പുണ്ട്. ഗില്ലും ജയ്സ്വാളും ഇല്ലാത്തതുകൊണ്ടാണ് ഇക്കാലം അത്രയും സഞ്ജുവിന് ഓപ്പണിംഗ് റോളിൽ അവസരം ലഭിച്ചത് എന്ന അഗാർക്കറിന്റെ പ്രഖ്യാപനം കൂടിയായതോടെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായെന്ന് ആരാധകർ മനസ്സിലുറപ്പിച്ചു. അപ്പോൾ ബെഞ്ചിൽ കാണാം. സമൂഹ മാധ്യമങ്ങളിൽ പലരും ആ സമയത്ത് കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായാൽ മിഡിൽ ഓർഡറിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഏത് സ്ലോട്ടിൽ കളിക്കും? KCL ആലപ്പി റിപ്പിൾസിനെതിരായ മത്സരത്തിൽ സഞ്ജു ഒരു വലിയ സൂചന നൽകുന്നത് പോലെ തോന്നി ആരാധകർക്ക്. ആറാമനായാണ് അന്ന് അയാൾ ക്രീസിലെത്തിയത്. 22 പന്തുകൾ, 12 റൺസ്, 59.1 സ്ട്രൈക്ക് റേറ്റ്, ഒറ്റ ബൗണ്ടറി പോലുമില്ല. ദേശീയ ടീമിനൊപ്പം ഒരു വലിയ ടൂർണമെന്റ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അതിനു മുമ്പ് അരങ്ങേറുന്ന ഡൊമസ്റ്റിക് ടൂർണമെന്റുകൾ ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ആരാധകരുമൊക്കെ ശ്രദ്ധയോടെ വീക്ഷിക്കും എന്നുറപ്പാണ്. ദേശീയ മാധ്യമങ്ങൾ അയാളുടെ വീഴ്ചയെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. കഥ ഇവിടെ തീരുകയാണ്. അല്ല, കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലമാണ് ഇക്കുറി മുന്നിൽ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ കൊല്ലത്തിനായി സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും എരിഞ്ഞു കത്തി. ഗ്രീൻഫീൽഡിൽ ഇരുവരും ചേർന്ന് ബൗണ്ടറികൾ ഒരു പെരുമഴ തന്നെ തീർത്തു. വിഷ്ണു വിനോദ് 10 തവണയാണ് പന്തിന് നിലം തൊടാതെ അതിർത്തി കടത്തിയത്. 229 ആയിരുന്നു മുൻ മുംബൈ ഇന്ത്യൻ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. സച്ചിൻ ആവട്ടെ 206 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഇരുവരും സെഞ്ചുറിയിലേക്ക് വിരലിലെണ്ണാവുന്ന റൺസുകൾ മാത്രം അകലെ വീണു. സ്കോർ ബോർഡ് 200 കടന്ന് സഞ്ചരിച്ചു. മറുപടിക്കായി ബ്ലൂ ടൈഗേഴ്സ് ഒരുങ്ങി. സഞ്ജു ഇക്കുറി ഓപ്പണിംഗ് റോളിലാണ്. നേരിട്ട് ആദ്യ പന്തിനെ തന്നെ ഡീപ്പ് മിഡ് വിക്കറ്റിലൂടെ അതിർത്തി കടത്തി അയാൾ നിലപാട് പ്രഖ്യാപിച്ചു. പവൻ രാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ 1 സിക്സും 2 ഫോറും സഹിതം അടിച്ചെടുത്തത് 14 റൺസ്. ഷറഫുദ്ദീൻ എറിഞ്ഞ 3-ാം ഓവറിൽ 4 ബൗണ്ടറികളാണ് സഞ്ജു പായിച്ചത്. ബിജു നാരായണൻ എറിഞ്ഞ 4-ാം ഓവറിൽ അയാൾ അർദ്ധ സെഞ്ചുറികൾ തൊട്ടു, അതും വെറും 16 പന്തിൽ. ഓപ്പണിംഗ് സ്ലോട്ടിൽ ദേശീയ കുപ്പായത്തിൽ അയാൾ എങ്ങനെയാണോ അന്താരാഷ്ട്ര വേദികളിൽ നിറഞ്ഞു കളിക്കുന്നത് അതിന്റെ തനിയാവർത്തനം. കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഷറഫുദ്ദീൻ എറിഞ്ഞ ഓവറുകളിലൊക്കെ സഞ്ജു ടോപ്പ് ഗിയറിലായിരുന്നു. ഒടുവിൽ 14-ാം ഓവറിൽ സെഞ്ചുറി. 3 അക്കം തൊടാനെടുത്തത് വെറും 42 പന്തുകൾ. 19-ാം ഓവറിൽ അജയ് ഘോഷിന്റെ പന്തിൽ പുറത്തായി മടങ്ങുമ്പോൾ സഞ്ജു സ്കോർ ബോർഡിൽ 121 റൺസ് ചേർത്ത് കഴിഞ്ഞിരുന്നു. 7 സിക്സുകളും 14 ബൗണ്ടറികളും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു. അടിച്ചെടുത്ത സ്കോറിൽ 98 പറഞ്ഞത് ബൗണ്ടറികളിൽ നിന്ന്. സഞ്ജു പുറത്തായി മടങ്ങുമ്പോഴും സേഫ് സോണിലായിരുന്നില്ല ബ്ലൂ ടൈഗേഴ്സ്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 17 റൺസ്. ക്രീസിൽ മുഹമ്മദ് ആഷിഖ്. ഷറഫുദ്ദീൻ എറിഞ്ഞ ആദ്യ പന്തിനെ തേർഡ് മാനിലൂടെ അതിർത്തി കടത്തിയ ആഷിഖ് തൊട്ടടുത്ത പന്തിനെ ലോങ് ഓണിലൂടെ സിക്സർ പറത്തി. എന്നാൽ അടുത്ത 3 പന്തുകളിൽ സ്കോർ ബോർഡിൽ എത്തിയത് വെറും 3 റൺസ് മാത്രം. അതിനിടെ ആൽഫി ഫ്രാൻസിസ് വീണു. അതോടെ അവസാന പന്തിൽ ജയിക്കാൻ ഒരു സിക്സർ അനിവാര്യമായി. ക്രീസിൽ ആഷിഖാണ് എന്നതായിരുന്നു ബ്ലൂ ടൈഗേഴ്സിന്റെ ഏക ആശ്വാസം. ഷറഫുദ്ദീൻ അവസാന പന്തെറിയാൻ റണ്ണപ്പ് ചെയ്തെത്തി. അയാളുടെ ഓവർ പിച്ച് ഡെലിവറി ആഷിഖ് കൃത്യമായി കണക്ട് ചെയ്തു. ലോങ് ഓണിന് മുകളിലൂടെ ആ പന്ത് ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്നത് നോക്കി നിൽക്കാനേ സച്ചിൻ ബേബിക്കായുള്ളൂ. ആ ത്രില്ലർ പോരിന് അങ്ങനെ ഒരു ത്രില്ലർ ക്ലൈമാക്സ് ആരാധകർ പ്രതീക്ഷിച്ച് കാണുന്നു. സഞ്ജുവിന്റെ സെഞ്ചുറി വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്പണിംഗ് റോൾ അല്ലാതെ മറ്റൊരു സ്ലോട്ടിൽ അയാളെ പരീക്ഷിക്കുന്നു. നിലവിലെ ടീം ഫോർമേഷനെ പൊളിച്ച് അയാളല്ലാത്ത മറ്റൊരാളെ ഓപ്പണിംഗ് റോളിൽ പ്രതിഷ്ഠിക്കുന്നു. അയാളെ ബെഞ്ചിലിരുത്താൻ തീരുമാനിക്കുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും ഈ 3 കാര്യങ്ങളിൽ പുനരാലോചനകൾ നടത്തേണ്ടത് അനിവാര്യമാകും. പോയ വർഷം ഇന്ത്യയുടെ മികച്ച T20 ബാറ്റർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ആരാധകർക്ക് സഞ്ജു സാംസൺ എന്നല്ലാതെ മറ്റൊരു ഉത്തരമുണ്ടാവില്ല. 12 മത്സരങ്ങൾ, 436 റൺസ്, 180.16 സ്ട്രൈക്ക് റേറ്റ്, 43.6 ബാറ്റിംഗ് ആവറേജ്, 3 സെഞ്ചുറികൾ, 1 അർദ്ധ സെഞ്ചുറി. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ പരാജയം ഒന്നുകൊണ്ട് മാത്രം ഗൗതം ഗംഭീർ അയാളെ എഴുതിത്തള്ളില്ല എന്നുറപ്പ്. അതേസമയം വിക്കറ്റ് കീപ്പർ പ്ലസ് ഫിനിഷർ റോളിൽ ജിതേഷ് ശർമ്മ കൂടി ടീമിലേക്ക് ശക്തമായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി മറന്നു പോകരുത്. കഴിഞ്ഞ സീസൺ IPL RCBയുടെ കിരീട നേട്ടത്തിൽ നിർണായക റോളാണ് ജിതേഷ് വഹിച്ചത്. ഏഷ്യ കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന് മുമ്പേ അഗാർക്കർ ജിതേഷിന്റെ പേര് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരുന്നു. T20 ക്രിക്കറ്റിൽ മിഡിൽ ഓർഡറിൽ സഞ്ജുവിന് അത്ര വലിയ റെക്കോർഡുകളൊന്നുമില്ലെന്നതാണ് യാഥാർത്ഥ്യം.
ദേശീയ കുപ്പായത്തിൽ മിഡിൽ ഓർഡറിൽ ഇറങ്ങിയ 25 T20 മത്സരങ്ങളിൽ 124.17 ആണ് സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ്. 18.83 താരത്തിന്റെ ബാറ്റിംഗ് ആവറേജ്. അതേസമയം ഓപ്പണർ റോളിൽ 17 മത്സരങ്ങളിൽ കളത്തിറങ്ങിയ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 178ഉം ബാറ്റിംഗ് ആവറേജ് 32.2 കണക്കുകൾ കണ്ണു തുറപ്പിക്കട്ടെ. ഏഷ്യ കപ്പിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നില്ലെങ്കിൽ ഓപ്പണിംഗ് റോളിൽ തന്നെ അവസരം കിട്ടുമെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് ഇടമുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം നമുക്ക്.